ഷേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്കൊരാളെ ഒന്ന് നോക്കണം, ആൾ എന്ത് ചെയ്യുവാന്ന്. ആൾ മുകളിലാണ് കിടക്കുന്നത്. സാധാരണ ആൾ ഈ സമയത്തൊക്കെ താഴെ കിടക്കും, ഇടയ്ക്ക് മുറ്റത്തൊക്കെ പോയി കളിക്കും, അങ്ങനെയൊക്കെയാണ്, മുറ്റത്തിരിക്കൽ ആ ഏർപ്പാടൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞു, സമ്മർ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ആൾ തന്നെ ഇവിടെ എ സിയിലാണ് കിടക്കുന്നത്. എ സി ഇടാണ്ട് ആൾക്ക് പോലും ഇരിക്കാൻ പറ്റില്ല, അതുമാതിരി ചൂടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് ആൾക്ക് താല്പര്യമില്ല പുറത്ത് പോകാൻ. അപ്പോൾ മേളിൽ പോയി കിടന്നപ്പോൾ ഞാനൊന്ന് പോയി അന്വേഷിച്ചതാണ്. വരാൻ താല്പര്യമില്ല എന്നൊക്കെ കാണിച്ചു, കൈയൊക്കെ കൊണ്ടുനോ വരാൻ താല്പര്യമില്ലെന്നൊക്കെ കാണിച്ചു. അപ്പോൾ ആളവിടെ കിടന്നോട്ടെ, നമുക്കപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യണത് സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇന്നത്തെ ഈ കാലത്തെ ചൂടിന് നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു റിഫ്രഷിങ് ഷേക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. രാവിലേക്ക് ആകുമ്പോഴേക്ക് ഈ ഭാഗത്ത് മഴവില്ലിൻ്റെ പോലെ നിറങ്ങളൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ കാണാം നമുക്ക്. അവിടെ നിന്ന് വരുന്ന വിൻഡോയിൽ നിന്ന് വരുന്ന ആ റിഫ്ലക്ഷൻ, ആ വെയിലിൻ്റെ അരികൊക്കെ. അപ്പോൾ ഇത് എൻ്റെ കിച്ചൺ എത്തി. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സ്ട്രോബെറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് സ്ട്രോബെറി ഉണ്ട്, വലുതും പിന്നെ ചെറിയ ടൈപ്പും. ഈ വലിയ ടൈപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറുതിനെക്കാട്ടും. കുറേ കൂടി സ്വീറ്റ് എനിക്ക് തോന്നിയേക്കുന്നത് വലുതായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് 1 ഗ്ലാസിൻ്റെ കണക്കനുസരിച്ചാണ് സ്ട്രോബെറി ഷേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അളവുകൾക്ക് മാറ്റങ്ങളെല്ലാം വരും. 2 എണ്ണമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേഞ്ചസ് വരുത്തുക. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ട്രോബെറി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഷേക്കും ജ്യൂസൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ കുറേ കൂടി ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ചില്ലായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്ട്രോബെറി നല്ലോണം അടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഐസ്ക്രീം 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മധുരം എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഒന്നും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം, ഐസ്ക്രീമൊക്കെ ചേർത്തല്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ അതിനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരു ഭംഗിക്ക് അല്ലേ, ഒരു സാധനം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ നല്ലതായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് കുടിക്കാനാണെങ്കിൽ പോലും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ട്രോബെറി ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. ഇനി ഒരു സാധനവും കൂടി ചേർക്കാനുള്ളത് നമ്മുടെ സ്ട്രോ ആണ്. അതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് പെർഫെക്റ്റ് ആണത് അല്ലേ.